പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. 19-ാം അധ്യായം നാം കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 20-ാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപായിട്ട് സാത്താനെ തടുത്തു നിർത്തേണ്ടത് ആവശ്യമാണ്. ആ ഉദ്ദേശത്തിനായിട്ട് സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ മുൻപിൽ അവിടെ ആ ഉദ്ദേശത്തിനായിട്ട് ശക്തനായ ഒരു ദൂതനെ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒരു നിലയിൽ കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൽ സാത്താനെ ബന്ധിച്ചതാണ്. മത്തായി സുവിശേഷം 12:21 നമുക്കത് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ ബന്ധനത്തിൻ്റെ വേറൊരു ഘട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത്. 22-ാം വാക്യത്തിൽ ദൂതൻ സാത്താനെ പിടിച്ച് 1000 സംവത്സരത്തേക്ക് അവിടെ ബന്ധിച്ച് ഇടുന്നതായിട്ടാണ്. പിശാചിന് 4 പേരുകൾ യോഹന്നാൻ നൽകുന്നു. മഹാസർപ്പമെന്നും സർപ്പമെന്നും പിശാചെന്നും. അതായത് പിശാചെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കുറ്റപ്പെടുത്തുന്നവൻ എന്ന പേരിലാണ്. സാത്താന് അതായത് പ്രതിയോഗി എന്നും. അങ്ങനെ 4 പേരുകൾ: മഹാസർപ്പം, സർപ്പം, പിശാച്, സാത്താന്. 4 പേരുകളിലാണ് ഈ എതിർശക്തി അറിയപ്പെടുന്നത്. 3-ാം വാക്യത്തിൽ സഹസ്രാബ്ദ വാഴ്ചക്കാലം മുഴുവൻ പിശാച് അഗാധ കൂപത്തിലായിരിക്കും. 1000 ആണ്ട് വാഴ്ച മുഴുവനും സാത്താൻ എവിടെയാണ്? അഗാധ കൂപത്തിൽ. അവനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ചങ്ങലക്കിടേണ്ടതിന് അവിടെ ബന്ധിച്ചിരിക്കുകയാണ്. ആ അഗാധ കൂപത്തിൽ തള്ളി അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ അന്ത്യഘട്ടത്തോടടുത്ത് ഒടുവിലത്തെ മത്സരത്തിനായിട്ട് അവനെ അല്പകാലത്തേക്ക് സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നു. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നു. അടുത്ത കാഴ്ച സ്വർഗത്തിലെ ന്യായാസനങ്ങളും അതിന്മേലിരുന്ന ന്യായാധിപന്മാരുമാണ്. കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ സഭായുഗത്തിലെ വിശുദ്ധന്മാർ അവനോടുകൂടെ വാഴുന്നതിൻ്റെ വിവരണമാണ് ഈ 4-ാം വാക്യത്തിൽ കാണുന്നത്. മൃഗത്തിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്ന ഒരു സമൂഹവും യോഹന്നാൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നതായിട്ട് കാണുന്നു. മഹോപദ്രവകാലത്ത് വിശ്വാസത്തിനു വേണ്ടി ജീവിതം ബലിയർപ്പിച്ച വിശുദ്ധന്മാരാണ് ഇവരെ. മഹോപദ്രവകാലം 7 വർഷത്തെ മഹോപദ്രവകാലം ഉണ്ടല്ലോ. ആദ്യത്തെ 3.5 വർഷവും നല്ല സമാധാനത്തോടെ കള്ളപ്രവാചകനായിട്ട് അവിടെ എതിർ ക്രിസ്തു നല്ല ക്രിസ്തു എന്നുള്ള പേരിൽ അവിടെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത 3.5 വർഷക്കാലം അവർക്ക് ആലയം പണിയോടുകൂടി ഇവർക്ക് മനസ്സിലാകുകയാണ് ഇത് എതിർ ക്രിസ്തു ആണല്ലോ, യഥാർത്ഥ ക്രിസ്തു അല്ലല്ലോ എന്ന് മനസ്സിലായി. ക്രൂശിതനായ ക്രിസ്തു അല്ലെന്ന് മനസ്സിലാകുമ്പോൾ ഇവനെ തള്ളിപ്പറയുകയും അവരെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും അവിടെ മഹോപദ്രവ കാലം ആരംഭിക്കുന്നു. 3.5 വർഷത്തിന് ശേഷമുള്ള 3.5 വർഷം മഹോപദ്രവ കാലമായിട്ടാണ് കാണുന്നത്. ആ മഹോപദ്രവ കാലത്തെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തെ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുന്നു. മൃഗത്തിൻ്റെ മുദ്ര കൈക്കൊള്ളുന്നില്ല അവർ. മഹോപദ്രവകാലത്ത് അവർ വിശ്വാസത്തിനു വേണ്ടി ജീവിത ബലി അർപ്പിച്ച വിശുദ്ധന്മാരാണ്. സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെ യുഗമായി പറയപ്പെടുന്ന ഈ സഹസ്രാബ്ദ വാഴ്ചയിലെ മേൽപ്പറഞ്ഞ 2 കൂട്ടരും കർത്താവിനോട് കൂടെ വാഴേണ്ടവരാണ്, വാഴുന്നവരാണ്. 5-ാം വാക്യത്തിൻ്റെ 1-ാം ഭാഗം ഒരു ഇടവേളയായി നാം മനസ്സിലാക്കുന്നു. അവിടെ മരിച്ചവരിലെ ശേഷമുള്ളവരുടെ കൂട്ടം ലോകസ്ഥാപനം മുതലുള്ള സകല അവിശ്വാസികളും ഉൾപ്പെടുന്നു. അവിടെ നാം ശ്രദ്ധിച്ചു നോക്കണം. മരിച്ചവരിൽ ശേഷിച്ചവരുടെ കൂട്ടം ലോകസ്ഥാപനം മുതലുള്ള സകല അവിശ്വാസികളും ഇവിടെ കാണുന്നു. അവരെല്ലാവരും സഹസ്രാബ്ദത്തിൻ്റെ അവസാനത്തിൽ വെള്ള സിംഹാസനത്തിലെ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. ഇത് 1-ാമത്തെ പുനരുദ്ധാനം എന്ന പ്രയോഗം 4-ാം വാക്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇടവേള എന്നവിടെ പറഞ്ഞല്ലോ. 1-ാമത്തെ പുനരുദ്ധാനം അവിടെ നടക്കുന്നു 4-ാം വാക്യത്തിൽ. 1-ാം പുനരുദ്ധാനം ഏത് കാലത്തുണ്ടാകുന്ന ഒരു ഏകകാലത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി നടക്കേണ്ട സിദ്ധന്മാരുടെ പുനരുദ്ധാനത്തെ അത് വിവരിക്കുന്നു. അതിൽ ക്രിസ്തുവിൻ്റെ ഒരു പുനരുദ്ധാനമുണ്ട്. 1 കൊരിന്ത്യർ 15:23 നമുക്ക് കാണാം. അവിടെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഉൽപ്രാവണ സമയത്ത് സഭാവിശ്വാസികളുടെ പുനരുദ്ധാനമുണ്ട്. 1 തെസ്സലോനിക്കർ 4:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യെരുശലേമിൻ്റെ രാജവീതിയിൽ മരിച്ചു കിടക്കുന്ന 2 സാക്ഷികളുടെ പുനരുദ്ധാനവും ഇതിലുണ്ട്. ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങളെ പറഞ്ഞു? 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും എന്നോട് ഒരിക്കൽ പറയാൻ നമ്മൾ മുമ്പുള്ള അധ്യായത്തിൽ പറഞ്ഞിരുന്നു. 1-ാം പുനരുദ്ധാനം ഏകകാലത്ത് ഒരു കാലത്തുണ്ടാകുന്ന ഒരു സംഭവമല്ല, വ്യത്യസ്ത കാലഘട്ടങ്ങളായി നടക്കേണ്ട സിദ്ധന്മാരുടെ പുനരുദ്ധാനമാണെന്ന് ഇവിടെ നാം ഇപ്പോൾ പറഞ്ഞല്ലോ. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വരുന്നു. 2 ഉൽപാദന സമയത്ത് സഭാവിശ്വാസികളുടെ പുനരുദ്ധാനം നടക്കുന്നുണ്ട്. അടുത്തത് യെരുശലേമിൻ്റെ രാജവീതിയിൽ മരിച്ചു കിടക്കുന്ന 2 സാക്ഷികൾ. അത് ഏലിയാവും മോശയുമാണെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 11:11 അത് പറഞ്ഞ ഭാഗമാണ്. മഹോപദ്രവകാലത്തെ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനവും 1-ാമത്തെ പുനരുദ്ധാനത്തോടു കൂടി ചേർന്ന് വരുന്നതായിട്ട് ദാനിയേൽ പ്രവചനം 12:2 ആദ്യ ഭാഗത്ത് വിവരിക്കുന്നു. 1-ാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത്
ക്രിസ്തു വിശ്വാസികളായ വിശുദ്ധന്മാരുടെയും, അതായത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ, ആ പുനരുദ്ധാനത്തെ അത് കാണിക്കുന്നു. എന്നാൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് അത് സംഭവിക്കുന്നു. 20-6 വാക്യം നാം നോക്കുമ്പോൾ ഒന്നാം പുനരുദ്ധാനത്തിൽ വചനവും വെച്ച് ചേർത്ത് വെച്ച് നാം വായിച്ച് അതിനെ അല്പസമയം വചനത്തിൻ്റെ മുൻപിൽ ഇരുന്നാലേ ഈ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചു പറയുന്നത് നമുക്ക് കേട്ടുകൊണ്ട് എല്ലാം പഠിക്കാമെന്ന് കഴിയുകയില്ല. എന്നാൽ വചനം വെച്ചുകൊണ്ട് അതിനെ നാം വായിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിതിനെക്കുറിച്ചുള്ള അറിവ്, ബോധം വരുത്തി തന്ന് വിവേചിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ദൈവം ബുദ്ധി തരുന്നു. അപ്പോൾ 20-6 വാക്യത്തിൽ ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ നിശ്ചയമായും ഭാഗ്യവാന്മാർ തന്നെ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നാൽ അവിശ്വാസികളുടെ പുനരുദ്ധാനത്തിൽ നരകശിക്ഷയിൽ നിന്നും അവർ ഒഴിവുള്ളവരായിരിക്കും. 14 വാക്യത്തിൽ അത് കണ്ടിട്ടുണ്ട്. അത് വരാൻ പോകുന്നുണ്ട്. യഥാർത്ഥ വിശ്വാസികൾ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായിരുന്ന 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാഴും. 20-7-8 1000 ആണ്ടുകൾക്ക് ശേഷം സാത്താൻ സ്വതന്ത്രനാകുന്നതോടുകൂടെ ലോകത്തിലെ എല്ലാ അതിരുകളിലും ചെന്ന് ക്രിസ്തുവിൻ്റെ ശത്രുക്കളായ ഗോഗ്, മാഗോഗ് എന്നവരെ ക്രിസ്തുവിന് വിരോധികളായി വശീകരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ പറയുന്ന ഗോഗ്, മാഗോഗ് എന്നീ പേരുകളെ യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ അത് ഇതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. പറയുന്ന ആ പേരും ഇതുമായിട്ട് ഒന്നല്ല. അതായത് ആ പറയുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ആ യെഹെസ്കേൽ 38-39 പറയുന്നത് ഇതും ഒന്നല്ല. യെഹെസ്കേൽ പ്രവചനത്തിൽ മാഗോഗ് എന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ ദേശത്തിന് വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യവും ഗോഗ് എന്നത് അതിൻ്റെ ഭരണാധിപനുമാണ്. എന്നാൽ വെളിപ്പാടിൽ ഈ പേര് ലോകജാതികളെപ്പറ്റി പൊതുവേ പറയുന്ന പേരാണ്. തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. യെഹെസ്കേൽ പ്രവചനം സഹസ്രാബ്ദത്തിനും മുൻപേയുള്ള കാര്യങ്ങളും, യെഹെസ്കേൽ പ്രവചനം സഹസ്രാബ്ദത്തിന് മുൻപേയുള്ള കാര്യങ്ങളും, വെളിപ്പാട് പുസ്തകം സഹസ്രാബ്ദ ശേഷമുള്ള കാര്യങ്ങളുമാണ് വിവരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പറഞ്ഞ് യെഹെസ്കേൽ 38-39 ഇവിടേക്ക് കൊണ്ടുവരേണ്ട. അവിടെ ഇത് സഹസ്രാബ്ദത്തിന് ശേഷം നടക്കുന്ന ഗോഗ്, മാഗോഗ്, അതായത് ഇസ്രായേൽ ദേശത്തെ ഒരു സ്ഥലം, ഒരു ദേശത്തിന് പറയുന്ന വടക്ക് ഭാഗത്തുള്ള ഒരു രാജ്യമാണ്. എന്താ പറഞ്ഞത്, നമ്മളിവിടെ മേളിൽ പറഞ്ഞല്ലോ, മാഗോഗ് എന്ന് പറയുന്നത്. യെഹെസ്കേൽ പ്രവചനത്തിലെ മാഗോഗ് എന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ ദേശത്തിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യവും ഗോഗ് അതിൻ്റെ ഭരണാധികനുമാണ്. എന്നാൽ വെളിപ്പാടിൽ ഈ പേര് ലോകജാതികളെപ്പറ്റി പൊതുവേ പറയുന്ന പേരാണ്. ലോകജാതികളെപ്പറ്റി പൊതുവെ പറയുന്ന പേരും രണ്ടും രണ്ടാണ്. അവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് വലിയൊരു സൈന്യത്തെ ശേഖരിച്ചുകൊണ്ട് പിശാച് പ്രിയ പട്ടണമായ യെരുശലേമിന് നേരെ വരുന്നു. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുന്നു. അങ്ങനെ ആ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി പിശാചിനെയും അവിടെ ദഹിപ്പിച്ചു കളയുന്നതായിട്ട് കാണുന്നു. 20-10 വാക്യത്തിൽ സാത്താൻ തന്നെയും മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീ, അതായത് 20-10 സാത്താൻ തന്നെയും മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടുന്നു. സഹസ്രാബ്ദ അനന്തരം സാത്താൻ അവിശ്വാസികളായ വലിയൊരു കൂട്ടത്തെ തനിക്ക് അനുകൂലമായി സംഘടിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. അതെന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ രാജവാഴ്ചക്കാലത്തും ജനിക്കുന്ന ശിശുക്കൾ പാപികളാകയാൽ അവർ വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇക്കാലത്ത് ജനിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുകയില്ല. അവർ കഴിയുന്നത്ര യെരുശലേമിൽ നിന്ന് അകന്നു പോകും. മഹാ ഉപദ്രവങ്ങളും പീഡകളും കടന്നു വരുമ്പോൾ അവർ യേശുവിനെ തള്ളിപ്പറയും, യേശുവിൻ്റെ മാർഗത്തെ തള്ളിപ്പറയും. അവർ സാത്താന്യ പക്ഷത്ത് ചേരുവാൻ ഇടയായിത്തീരും. മൃഗവും കള്ളപ്രവാചകനും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷവും തീപ്പൊയ്യിൽ കിടക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ നരകത്തിൽ നാം ഇല്ലാതെയായി തീരും എന്ന ഉപദേശം ശരിയല്ല എന്ന് ഇതിനാൽ തെളിയുന്നു. അവിടെ അവർ രാപ്പകൽ ദണ്ഡനത്തിൽ കഴിയേണ്ടി വരുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 20-11 വാക്യത്തിൽ അടുത്തതായി വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു. വെള്ളസിംഹാസനത്തിലെ ന്യായവിധി 2 കാരണങ്ങളാൽ വലിയതാണ്. ഒന്നാമത് അത് ഉള്ളടങ്ങിയിരിക്കുന്ന വിഷയം, രണ്ടാമത് അവിടെ ഉണ്ടാകുന്ന തീരുമാനത്തിൻ്റെ പൂർണ്ണതയും വിശുദ്ധിയും. ക്രിസ്തുവാണ് ഇവിടുത്തെ ന്യായാധിപന്. യോഹന്നാൻ 5:22 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ കർത്താവ് തന്നെ അത് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ മുൻപിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി എന്ന പ്രസ്താവന നിത്യതയിലാണ്. ഭൂമിയും ആകാശവും ഓടിപ്പോയതായിട്ട് കാണുന്നത് നിത്യതയിലാണ് കാണുന്നത്. ഈ ന്യായവിധി അത് അരങ്ങേറുന്നു എന്ന് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഭൂമിയെ ദൈവം അഗ്നിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. 2 പത്രോസ് 3:10 പല ഭാഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിരിക്കുന്നു. നാം ഇതൊക്കെയും വചനങ്ങൾ ചേർത്ത് വെച്ച് പഠിച്ചാൽ മാത്രമേ
നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. 20:12 മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്നും സകല കാലങ്ങളിലെയും അവിശ്വാസികൾ ഇതിൽപ്പെടുന്നു. 2 കൂട്ടം പുസ്തകങ്ങൾ തുറന്നതായിട്ട് കാണുന്നു. ജീവൻ്റെ പുസ്തകവും അതിൽ ജീവൻ്റെ പുസ്തകം, ദൈവപുത്രൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരുടെയും പേരുകൾ ഇതിലുണ്ട്. 2-ാമത്തെ പുസ്തകം അവിശ്വാസികൾ ചെയ്ത സകല പ്രവൃത്തികളുടെയും രേഖയാണ് ഇതിലുള്ളത്. ജീവപുസ്തകത്തിൽ പേരുള്ള ആരും ന്യായവിധിയിൽ അകപ്പെടുകയില്ല. ജീവപുസ്തകത്തിൽ പേര് കണ്ടില്ല എന്നത് തന്നെ അവൻ്റെ ന്യായവിധി ഉറപ്പുവരുത്തുന്നു. അവിടെ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, 12-ാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവൻ്റെ പ്രവൃത്തിക്ക് അനുസരണമായ ശിക്ഷകളാണ് അവന് നരകത്തിൽ ലഭിക്കുന്നത്. 13-ാം വാക്യത്തിൽ കാലാകാലങ്ങളായി സമുദ്രത്തിൽ മൺമറഞ്ഞവരുടെ ശരീരങ്ങളെ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നു. കല്ലറകളിൽ സംസ്കരിക്കപ്പെട്ടവരെ മരണം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവിശ്വാസികളായി മരിച്ച സകലരുടെയും ആത്മാക്കളെ പാതാളവും ഏൽപ്പിച്ചു കൊടുക്കുന്നു. ശരീരാത്മാക്കൾ ഒന്നായി ചേർന്ന് ന്യായാധിപനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കും. സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നതുപോലെ നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷയും വ്യത്യസ്തമായിരിക്കും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടുവെന്ന് 14-ാം വാക്യത്തിൽ കാണുന്നു. ആളത്തത്തിൻ്റെ 3 ഭാഗങ്ങളും ഇതിൽപ്പെടുന്നു. ദേഹം, ദേഹി, ആത്മാവ്. ഇത് 2-ാമത്തെ മരണം. തീപ്പൊയ്ക തള്ളിയിട്ടതായിട്ട് കാണുന്നു. പാതാളവും നരകവും ഒന്നല്ല, രണ്ടും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. രക്ഷിക്കപ്പെടാത്തവരായി മരിച്ചുപോയവർ ദേഹരഹിതരായി ബോധാവസ്ഥയിൽ കഴിയുന്ന സ്ഥലമാണ് പാതാളം. മരണത്തിനും ഒന്നുകൂടെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കാം. പാതാളവും നരകവും ഒന്നല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെടാത്തവരായിട്ട് മരിച്ചുപോയവർ ദേഹരഹിതരായി ബോധാവസ്ഥയിൽ കഴിയുന്ന ഗ്ലോറി സ്ഥലമാണ് പാതാളം. മരണത്തിനും വെള്ള സിംഹാസനത്തിങ്കില് ന്യായവിധിക്കും മധ്യേ ആത്മാക്കളായിരിക്കുന്ന ഇടമാണ് ഇത്. അവർ വെള്ള സിംഹാസനത്തിൽ ന്യായവിധിക്കായി കാക്ഷിച്ച് കഴിയുന്നു. പാതാളത്തിൽ നിന്നുള്ളവർ അവിടെ വീണ്ടും ന്യായവിധിക്കായിട്ട് കാത്തു കഴിയുന്നവരായിട്ടാണ് പറയുന്നത്. വിശ്വാസികളായി മരിച്ചവർക്ക് ശരീരത്തെ കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ പുനരുദ്ധാനത്തെ മഹത്വീകരണത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന അവസ്ഥയാണ് പാതാളം. വിശ്വാസികളായി മരിച്ചവർക്ക് ശരീരത്തെ കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ പുനരുദ്ധാനത്തെയും മഹത്വീകരണത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന അവസ്ഥയാണ് പാതാളമെന്ന് ഇവിടെ പറയുന്നത്. അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നൊരു ഭാഗത്തെക്കുറിച്ചൊക്കെ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. ആ ഭാഗവും ചേർത്ത് വെച്ച് ഇപ്പോഴതിനെ നമുക്ക് വിശദീകരിച്ച് പഠിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഈ ഭാഗം അതുപോലെ തന്നെ കർത്താവ് മരിച്ചപ്പോൾ പരദീസയിലെത്തിയതായിട്ട് കാണുന്നു. ലൂക്കോസ് 23:43 വാക്യത്തിൽ പരദീസയിലെത്തിയതായിട്ട് കാണുന്നു. ഇത് 3-ാം സ്വർഗമെന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാതാളം പറഞ്ഞു, 3-ാം സ്വർഗം പറഞ്ഞു, അധമപാതാളമുണ്ട്, അങ്ങനെ തീപ്പൊയ്ക പറയുന്നു. ഇതെല്ലാം ഓരോരോ സ്ഥലങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തിക്കാൻ അനുസരണമായിട്ട് സാത്താനെ അവൻ്റെ കൂട്ടരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞത് അവിശ്വാസികളായി മരിച്ചവരെക്കുറിച്ച് പറഞ്ഞു, അവർ പാതാളത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് കാണുന്നത്. കർത്താവ് മരിച്ചപ്പോൾ പറുദീസയിലേക്ക് പോയതായിട്ട് കാണുന്ന അവിടെ ലൂക്കോസ് 23:43. പൗലോസ് 3-ാം സ്വർഗം എന്നീ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ 12:2-4 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് അത്രയാണ് ഈ പ്രവൃത്തികൾ ചൂണ്ടി. 2:27 കർത്താവ് ശരീരം കൂടാതെയുള്ള അവസ്ഥയിലായിരിക്കുന്ന സ്ഥലത്തെ പാതാളമെന്ന് പരാമർശിച്ചിട്ടുണ്ട്. ദൈവം അവൻ്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടയക്കാതെ പുനരുദ്ധാന ശരീരം അവന് നൽകിയെന്ന് അവിടെ വിശദീകരിച്ചിരിക്കുന്നു. അവിശ്വാസികളായി മരിച്ചവരുടെ ന്യായവിധിക്ക് ശേഷമുള്ള അന്ത്യ തടവറയാണ് നരകം. ഇപ്പോൾ പറഞ്ഞത് ഇതൊന്നുമല്ല, ഇപ്പോൾ പറഞ്ഞത് നരകമാണ്. തീപ്പൊയ്യ, ഗഹന്ന, 2-ാം മരണം എന്നീ പേരുകളിലെല്ലാം ഈ നരകത്തെ അറിയപ്പെടുന്നു. 20:15 അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വെള്ള സിംഹാസനത്തിങ്കിലെ ന്യായവിധിക്ക് അവൻ അർഹതയുള്ളവനാണോ എന്ന് നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയവർ ഒരു ഭാഗത്തേക്കും പേരെഴുതാത്തവർ മറ്റൊരു ഭാഗത്തേക്കും മാറുന്നതായിട്ട് കാണുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവർ ന്യായവിധിക്ക് അർഹതയുള്ളവരാകുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയത് ഉള്ളവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. വാസ്തവത്തിൽ ഒരുവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള പക്ഷം അവൻ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളായി തീർന്നിരിക്കും. അതുകൊണ്ട് വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരുന്നവർക്ക് മാത്രം അനർത്ഥമായിട്ടുള്ള പേരാണ് ഇവിടെ പറയുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരെന്നിവിടെ പറയുന്നത്.
ഈ ഒരു കൂട്ടരെക്കുറിച്ച് മാത്രമാണ്. അതായത് ഇതിനു മുൻപ് ജീവസ്വത്തിൽ പേരെഴുതിയവരെ മാറ്റപ്പെടുന്ന ഒരു ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നുവെന്ന് 20-ാം അധ്യായത്തിൽ നാം നേരത്തെ പറഞ്ഞതാണ്. ആ കാര്യം വെച്ച് നോക്കുമ്പോൾ അവരിവിടെ വരുവാനുള്ള സാധ്യതയില്ല. അന്ത്യന്യായവിധിയിലേക്ക് പ്രവേശിക്കേണ്ടെന്ന ആവശ്യവുമില്ല. നാം നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ, പുത്രത്വത്തിന് അവകാശികളായി നിത്യജീവൻ അവകാശികളാകുന്നുവെങ്കിൽ, നാം അന്ത്യന്യായവിധിയിൽ ദൈവസന്നിധിയിൽ അഗ്നി നരകത്തിൽ വീഴുവാനോ ഇടയുള്ളവരല്ല. നാം നീതിയോടെ ജീവിക്കണം. ആ നരകത്തെക്കുറിച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം ചിന്തിക്കണം, കർത്താവേ, ഞാൻ നരകത്തിൽ വീഴുവാൻ ഇടയാവല്ലേ, എൻ്റെ ജീവനെ നശിപ്പിച്ച് കളയരുതേ, പ്രാണനെ പാതാളത്തിന് ഏൽപ്പിക്കല്ലേ. അങ്ങനെയുള്ളതായ ചിന്തയോടുകൂടി നരകത്തിൽ വീഴാതിരിക്കേണ്ടതിന് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് പറയുന്ന ആ ജീവിതാവസ്ഥയിലേക്ക് നാമും ജീവിപ്പാൻ കാക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സത്യസന്ധമായി ജീവിക്കണം, വിശ്വസ്തരായി ജീവിക്കണം. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള വിശ്വസ്തത, യേശു ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത, നീതിയോടുള്ള വിശ്വസ്തത, സമാധാനത്തോടുള്ള ആ നീതിപൂർവമായ ജീവിതം, ഇതൊക്കെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവിക പ്രവൃത്തിയിൽ കാണുവാൻ, കർത്താവിൻ്റെ നിത്യതയിൽ അവകാശികളായി തീരുവാൻ നമ്മെയും ദൈവം സഹായിക്കും.